AMT വാഹനത്തിൽ ഇപ്പോഴും പലർക്കും സംശയമുള്ളൊരു കാര്യമാണ് അത് കൃത്യമായിട്ട് പാർക്ക് ചെയ്യുന്ന രീതി. കാരണം പാർക്ക് ചെയ്യുന്നൊരു രീതി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നോർമൽ വാഹനം പാർക്ക് ചെയ്യുന്നത് പോലെയല്ല AMT അല്ലെങ്കിൽ AGS വാഹനം പാർക്ക് ചെയ്യേണ്ടത്. അതിപ്പോൾ ഒരു ഓട്ടോമാറ്റിക് വാഹനമാണെങ്കിൽ നമുക്കറിയാവുന്ന പോലെ ഇട്ടാൽ മാത്രം നമുക്ക് വാഹനത്തിൻ്റെ താക്കോൽ ഓഫ് ചെയ്ത് ഊരിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ AMT അല്ലെങ്കിൽ AGS വാഹനം അങ്ങനെയല്ല. അത് കൃത്യമായിട്ടുള്ള പാർക്കിംഗ് രീതിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഒരുപാട് പേർക്ക് അതിൻ്റെ സംശയമുണ്ട്. അതിൽ 2 സംശയം ഞാനിവിടെ ഷെയർ ചെയ്യാണ്. ഒരുപാട് പേർക്ക് കോമൺ ആയിട്ടുള്ളൊരു സംശയമാണ്, എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത്. ഇത് ചോദിച്ചിരിക്കുന്ന 2 പേരെ ഞാനിവിടെ എടുത്ത് പറയുന്നുണ്ട്. ഒന്നാമത്തെ ആൾ കൃഷ്ണചന്ദ്രക്കുറുപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: താങ്കൾ ഈ വാഹനം ഇറക്കത്തിൽ ഇടുമ്പോൾ റിവേഴ്സ് ഗിയർ എൻഗേജ് ചെയ്തു. ഇതേ സാഹചര്യത്തിൽ തന്നെയാണോ വാഹനം കയറ്റത്തിൽ നിർത്തുമ്പോൾ? അതായത് ഞാൻ ഈ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാനൊന്ന് പിൻ ചെയ്തിട്ടേക്കും, ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിക്കുന്നത് ഞാനൊരു കയറ്റത്തിലോട്ട് വാഹനം കയറ്റിയിട്ടതിന് ശേഷം പാർക്ക് ചെയ്യുന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത്. അടുത്തൊരാൾ ചോദിച്ചിരിക്കുന്നത് മുഹമ്മദ് KK ആണ് ചോദിച്ചിരിക്കുന്നത്. 9407 കൂടെ ചോദിച്ചിട്ടുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്: യു ആർ റോങ്, അതായത് ഞാൻ പറഞ്ഞത് തെറ്റാണ്. ന്യൂട്രൽ ഇട്ട് ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്ത് പാർക്ക് ചെയ്യുന്നത് നല്ലത് ഫോർ ലോങ് ലൈഫ് ഓഫ് AMT ഗിയേഴ്സ്. Only for additional support in slope you can put gear in R or D mode after applying handbrake. ഓക്കെ, നല്ലൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ നല്ലൊരു കമൻ്റ് ആണെന്ന് തന്നെ ഞാൻ പറയാം. ഇതിനകത്ത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, AMT അല്ലെങ്കിൽ AGS എന്ന് പറയുന്നത് ശരിക്കും ഒരു മാനുവൽ വാഹനം തന്നെയാണ്. അതായത് ഒരു പക്ക മാനുവൽ വാഹനം തന്നെ. അതിൻ്റെ ഗിയർ ഷിഫ്റ്റ് ഒരു യൂണിറ്റ് യൂസ് ചെയ്ത്, അതായത് ഒരു AMT അല്ലെങ്കിൽ ഒരു AGS എന്ന് പറയുന്നൊരു യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇതിനെ വർക്ക് ചെയ്യുന്നത്. എന്താണ് ഈ യൂണിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃത്യമായിട്ടുള്ള എല്ലാം സിഗ്നൽസ്, അതായത് വാഹനത്തിൻ്റെ സ്പീഡ്, വാഹനം പോകുന്ന കണ്ടീഷൻ, നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്ന രീതി, ബ്രേക്കിംഗ് ചെയ്യുന്ന രീതി, ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ച് വാഹനം ഹാഫ് ക്ലച്ച് നിർത്തണോ അതോ ഏത് ഗിയറിൽ സെലക്ട് ചെയ്യണം എന്നൊക്കെയുള്ളൊരു കാര്യം ഇതിനകത്തുള്ള TCM ട്രാൻസ്മിഷൻ കൺട്രോൾ മൊഡ്യൂൾ എന്ന് പറയുന്നൊരു യൂണിറ്റ് തീരുമാനിച്ച് ഈ വാഹനത്തിൻ്റെ AMT ആ യൂണിറ്റിനെ കൊണ്ട്, അല്ലെങ്കിൽ ഒരു AMT അല്ലെങ്കിൽ AGS യൂണിറ്റിനെ കൊണ്ട് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. ഈ പറഞ്ഞൊരു കാര്യത്തിലോട്ട് വരാം. ഒരു കാരണവശാലും ഗിയറിലിടരുത്, ഗിയറിന് കംപ്ലയിൻറ്റ് വരുമെന്ന് പറഞ്ഞാൽ തെറ്റായൊരു രീതിയാണ്. കാരണം നിങ്ങൾക്ക് ഒരു വാഹനം മേടിക്കുമ്പോൾ ഓണേഴ്സ് മാനുവൽ മേടിക്കാൻ കിട്ടും. ഇൻ കേസ് ഞാൻ പറഞ്ഞത് തെറ്റാന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഓണേഴ്സ് മാനുവൽ എടുത്തൊന്ന് വായിച്ചു നോക്കുക. വളരെ വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് R മോഡ് അല്ലെങ്കിൽ D മോഡ് ഇടണം എന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു കയറ്റത്തിലോട്ട് ഞാൻ കയറ്റിയിടുന്ന സമയത്താണ് റിവേഴ്സ് ഗിയർ ഇട്ട്, അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഞാൻ കയറ്റിയിടുകയാണെങ്കിൽ, അതായത് ഫ്രണ്ട് മേളിലോട്ട് കയറ്റിയിടുകയാണെന്നുണ്ടെങ്കിൽ D മോഡിലോട്ട് ഇടണോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമാണ് ഞാനിപ്പോൾ തരാൻ പോകുന്നത്. ഒരു കാരണവശാലും നമ്മളിത് ചെയ്യേണ്ട കാര്യമില്ല. റിവേഴ്സ് മോഡ് അല്ലെങ്കിൽ R മോഡ് എന്ന് പറയുന്നൊരു മോഡ് ഏറ്റവും നല്ല രീതിക്ക് പിടുത്തം കിട്ടുന്ന ഒരു മോഡ് തന്നെയാണ്. അതായത് ഗിയറിൻ്റെ ഒരു പിടുത്തം കിട്ടുന്ന മോഡ് തന്നെയാണ്. വീഡിയോയ്ക്കകത്ത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വാഹനം നിരപ്പിൽ പാർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് സ്ലോപ്പിലല്ല, സ്ട്രെയിറ്റ് ആയിട്ട് വാഹനം നിങ്ങളുടെ കാർ പോർച്ചിലാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ ഒരുപാട് നാളിട്ടേക്കാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യരുത്. ഗിയറിലോട്ട് തന്നെ ഇടുക, അതും റിവേഴ്സ് മോഡ് അല്ലെങ്കിൽ R മോഡിൽ തന്നെ ഇടുക. ഇനി നിങ്ങളൊരു കയറ്റത്തിലോ ഇറക്കത്തിലോ എങ്ങനെ വാഹനം ഇട്ടെന്ന് പറഞ്ഞാലും R മോഡിൽ ഇട്ടതിന് ശേഷം, വാഹനം ഓഫ് ചെയ്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ഒരു കാരണവശാലും വാഹനം വേറൊരു ഗിയേഴ്സിലും പാർക്ക് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ന്യൂട്രൽ ഇട്ടേച്ചും ഹാൻഡ് ബ്രേക്ക് വലിച്ച് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ ആ വീഡിയോ കാണിച്ചിട്ടുണ്ട്. വീഡിയോ ഇവിടെ പൊക്കത്ത് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു സംശയം നിങ്ങളുടെ ആരുടെ മനസ്സിൽ വരാൻ പാടില്ല. ഞാൻ ഈ പറഞ്ഞൊരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും.